എലോറ, ദ ലോർഡ് ഈസ് മൈ ലൈറ്റ്. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുപ്പിറവിക്കായി അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നോമ്പിൻ്റെ നാളുകൾ വരവായി. പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ഉപവാസത്തിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും ഒക്കെ നമ്മൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ വരവേക്കാൻ ഒരുങ്ങുന്ന ദിവസങ്ങളെത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഈശോനാഥൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച്, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെക്കുറിച്ചുള്ള തിരുവചനമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. നമ്മളെ നന്മമരം കമ്മ്യൂണിറ്റിയും ഈശോയുടെ തിരുപ്പിറവിക്കായി പ്രത്യേകമാംവിധം ഒരുങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 25 നാളുകളിൽ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പോവുകയാണ്. ഓരോ നിയോഗം എടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ആ നിയോഗത്തിൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുവാൻ വേണ്ടി നമ്മളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഒരു സുഹൃതജപം ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ പ്രത്യേകം പരിത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈശോനാഥനെ ദൈവപിതാവ് ലോകത്തിലേക്ക് തന്നത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ദൈവപിതാവിൻ്റെ സ്നേഹപ്രകടനമാണ് ഈശോനാഥനെ തൻ്റെ സർവ്വമഹത്വം വെടിഞ്ഞ് ഈ ഭൂമിയിൽ കാലിത്തൊഴുത്തിൽ വളരെ പരിമിതിയുടെ നടുവിൽ ജനിക്കാൻ അനുവദിച്ചു എന്നുള്ളത്. ഇനി ഈശോ പിതാവായ ദൈവത്തെ സ്നേഹിച്ചതും നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചത് എങ്ങനെയാണ്? കുരിശിലെ ബലി വഴി. അതിൻ്റെ തുടക്കമാണ് ഈശോയുടെ കാലിത്തൊഴുത്തിലെ ആ തിരുജനനം. യേശു പിതാവും മാതാവും ഉണ്ണീശോയും ഒന്നു ചേർന്ന് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഈ ക്രിസ്മസിനായി ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് തമ്പുരാനെ സ്നേഹിക്കുകയാണ്. ദൈവം ഒരുപാട് ത്യാഗമെടുത്ത് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ വീണ്ടെടുക്കുന്നു. അതുപോലെ നമ്മളും ഒരുപാട് ത്യാഗങ്ങളെടുത്ത് ഈശോയുടെ ബലിയോട് ചേർത്ത് നമ്മളെ കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തികൾ, നമ്മുടെ കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികൾ വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം തുറന്ന് ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ 25 ദിവസങ്ങളിലും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, ഒരുപാട് പരിത്യാഗങ്ങൾ ചെയ്യും, ഒരുപാട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും, ഒരുപാട് സുഹൃതജപം ചൊല്ലും. അങ്ങനെ നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവെല്ലാം ഒരുപാട് വിശുദ്ധീകരിച്ച് അങ്ങനെ വെണ്മയുള്ള ഒരു പുൽക്കൂട് നമ്മുടെ ഉണ്ണീശോയ്ക്കായി നമ്മൾ സമർപ്പിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള നന്മമരം കൂട്ടുകാർ ഇതൊന്നു ചേർന്ന് ചെയ്യും. നിങ്ങൾ ലോകത്തുള്ള എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ലോകം മുഴുവനുമുള്ള നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഉണ്ണീശോയെ നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ പ്രകാശിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ ഈശോയുടെ ഈ തിരുപ്പിറവി നമുക്കൊരു വലിയ വിജയ ആഘോഷമാക്കി മാറ്റുക തന്നെ ചെയ്യാം. ഈശോ നമ്മളെല്ലാവരെയും ഇതിനായി അനുഗ്രഹിക്കട്ടെ.